വെൽക്കം ബാക്ക് ടു വൺവെസ്റ്റർ. ഞാൻ എൻ്റെ ഒരു പ്രീവിയസ് വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇക്വിറ്റിയിൽ അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ ലോങ് ടേം എന്ന് പറയുന്നത് 5-10 വർഷമല്ല, അത് 15-20 വർഷമൊക്കെ ആണെന്നുള്ളത്. എസ്പെഷ്യലി നിങ്ങൾ ഇൻഡിവിജ്വൽ സ്റ്റോക്സിലും മ്യൂച്വൽ ഫണ്ട്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക്. സോ അതിൻ്റെ റീസണും ഞാൻ ആ വീഡിയോയ്ക്കകത്ത് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി, അത് കാണാം. അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാനത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, സോ അത് കാണാം. ഇന്ന് അഗെയിൻ ഞാൻ ലോങ് ടേമിനെ പറ്റി വേറൊരു വീഡിയോ ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ അതാ ഈ കാണുന്ന ഗ്രാഫാണ്. സോ ഈ ഗ്രാഫ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇക്വിറ്റിയിലെ നെഗറ്റീവ് തിങ്സ് എല്ലാം ലോങ് ടേമിൽ ഇഗ്നോർ ആവും. നിങ്ങളുടെ ടൈം ഫ്രെയിം എത്രയും കൂടുന്നു അത്രയും ബെറ്റർ. അതുകൊണ്ട് തന്നെയാണ് അമച്വർ ഇൻവെസ്റ്റേഴ്സ്, അതായത് ഇക്വിറ്റിയെ പറ്റി യാതൊരു ഐഡിയ ഇല്ലാത്തവർ 90s-ലും 2000s-ലൊക്കെ നല്ല സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിസാര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് ലാക്സും ക്രോഡ്സും ഒക്കെ ആയിട്ടുള്ളത്. അവിടെയും സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അവരും ഇൻവെസ്റ്റ് ചെയ്ത സ്റ്റോക്ക് എല്ലാം അപ്പ് ആൻഡ് ഡൗൺ പോയിട്ടുണ്ടായിരിക്കാം. മേ ബി 50%-ഉം 90% ഒക്കെ ലോസ് സംഭവിച്ചിട്ടായിരിക്കും അത് റിക്കവർ ചെയ്തിട്ടുള്ളത്. പക്ഷേ അവരാരും അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് മോണിറ്റർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ലോങ് ടേമിൽ അവർക്കത് ബോദർ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. സോ ഇൻവെസ്റ്റ് ചെയ്ത് സ്റ്റാർട്ടിങ് നിസാര എമൗണ്ട് തന്നെ അത് കോമ്പൗണ്ട് ചെയ്ത് ലോങ് ടേമിൽ അവർക്ക് ഒരു ഹ്യൂജ് റിട്ടേൺസ് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇക്വിറ്റിയിൽ മാക്സിമം ബെനിഫിറ്റ്സ് കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നല്ല കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ ഇൻവെസ്റ്റ്മെൻറ്റ്സ് അങ്ങ് ഇഗ്നോർ ചെയ്യുന്നവർക്കാണ്. ഞാൻ നല്ലതെന്ന് എടുത്ത് പറയാൻ കാര്യം, നിങ്ങളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ലോ ക്വാളിറ്റി സ്റ്റോക്കിലാണെങ്കിൽ നിങ്ങൾ 5 അല്ല 20 അല്ല 50 വർഷം ഇൻവെസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് അതിൻ്റെ റിട്ടേൺസ് കിട്ടാൻ പോകുന്നില്ല. ആക്ച്വലി ഇക്വിറ്റിയുടെ ഈ ലോങ് ടേം എഫക്റ്റ് തന്നെയാണ് ശരിക്കും റിയൽ എസ്റ്റേറ്റിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ വില ഒരു പീക്കിലെത്തിയിട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ആ വീട് വിറ്റിട്ട് ഓക്കെ പ്രൈസ് താഴുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ച് പർച്ചേസ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അത് സെല്ല് ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. സോ അതേ എഫക്റ്റ് തന്നെയാണ് ശരിക്കും എക്വിറ്റിയിൽ സംഭവിക്കുന്നത്. നിങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത് നല്ല സ്റ്റോക്ക് ആണെങ്കിൽ അതിൽ എത്രയും ലോങ് ടേമിൽ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നു അത്രയും ബെനിഫിറ്റ്സ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗുഡ് ബൈ, അണ്ടിൽ ദ നെക്സ്റ്റ് വീഡിയോ.